എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എൻ രാജശേഖരൻ്റെ സംവിധാനത്തിൽ വന്ന മിസ് യു സിനിമയെക്കുറിച്ച് നോക്കാം. ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് രാഷ്ട്രീയ പ്രമുഖരും കുറച്ച് റൗഡികളും വന്നിട്ട് കഥാനായകൻ്റെ വീട്ടിൽ വന്നിട്ട് അവരുടെ അച്ഛനും അമ്മേനെയും ഭീഷണിപ്പെടുത്തുന്നു. അതായത് നിൻ്റെ ചെക്കൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞെങ്കിൽ അടിച്ച് പല്ലൊക്കെ അടിച്ച് പൊടിച്ചു കളയും എന്ന് പറഞ്ഞിട്ട് അവർ മിരട്ടിയിട്ട് പോകുന്നു. ഇതേ സമയത്ത് നമ്മുടെ കഥാനായകൻ ഒരു കാറിൽ ഒരു ഏർക്കാട് ഭാഗത്ത് കൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ലാറി വരുന്നു, ആക്സിഡൻ്റ് ആവുന്നു. അങ്ങനെ ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ആൾ ആശുപത്രിയിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് കുറച്ച് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നാട്ടിലിരുന്നാൽ ശരിയാവില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം റിലാക്സ് ആകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഥാനായകൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ കഥാനായകൻ ബ്ലൈൻഡായിട്ട് വന്നിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ കരുണാകരനെ കാണുന്നു. അങ്ങനെ കരുണാകരനും ഇവനുമായിട്ട് കുറച്ച് കമ്പനിയാവുന്നു. അങ്ങനെ അതായത് നമ്മുടെ കരുണാകരനും വന്നിരിക്കുന്ന ഒരു ബ്ലൈൻഡായിട്ടാണ്. ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ആളെന്നല്ല ഞാൻ ഉദ്ദേശിച്ച, ഒരു ഉദ്ദേശമില്ലാണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരുണാകരൻ പറയും, എന്നാൽ ശരി വാ, നീ എൻ്റെ കൂടെ ബാംഗ്ലൂർ വാ, നമുക്ക് ബാംഗ്ലൂർ പോവാം എന്ന് പറയും. അങ്ങനെ അവർ ബാംഗ്ലൂർ എത്തുന്നു. ബാംഗ്ലൂർ എത്തുമ്പോൾ നമ്മുടെ കഥാനായകൻ ഒരു പെണ്ണിനെ കാണുന്നു. കണ്ട ഉടനെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആ പെണ്ണിൻ്റെ അടുത്ത് പോയി തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു നമ്മുടെ കഥാനായകൻ. പക്ഷേ കഥാനായിക ഇത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇതിനെന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ പോയി കഥാനായകൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ, എനിക്ക് ഇന്ന പോലെ ബാംഗ്ലൂരിൽ ഞാനൊരു പെണ്ണിനെ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞ് ആ പെണ്ണിൻ്റെ ഫോട്ടോ കാണിക്കുന്നു. അങ്ങനെ ആ ഫോട്ടോ കാണുമ്പം വീട്ടിലുള്ളവരൊക്കെ ഈ പെണ്ണ് നിനക്ക് സെറ്റാവില്ല, ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിക്കുന്നു. അതിനുശേഷം അതിനെന്താണ് കാരണം എന്നൊക്കെ ഉള്ളതാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥ. ശരിക്കും ഈ പടത്തിന് ഈ ഒരു സ്റ്റോറി മതിയായിരുന്നു. പക്ഷേ ഇവരതിൽ കുറച്ച് മിസ് ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. കാരണം ഇവർ വന്നിട്ട് വർഷത്തിൽ ഇങ്ങനത്തെ ഒരു പടം എടുക്കാറുള്ളൂ. പക്ഷേ നമ്മളങ്ങനെയല്ല, വർഷത്തിൽ ഇങ്ങനെ വരുന്ന എല്ലാ സിനിമയും കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇതാണ് നടക്കാൻ പോകുന്നത്, സ്റ്റോറി ഇതാണ്, ഇതേ ഉള്ളൂ ഇതിൻ്റെ കഥ എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നതും ഒരു സ്ട്രെയിറ്റ് ലൈനിലൊന്നുമല്ല. അവർക്ക് തോന്നുന്ന പോലെ എവിടെയെങ്കിലും ട്വിസ്റ്റ് വേണമെന്ന് അവർക്ക് തോന്നുമ്പം അവിടെ ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഗോഷ്ടി കാണിച്ചു വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടും. അതേപോലെ ഇങ്ങനത്തെ ഉള്ള സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീലിംഗ് കൊണ്ടുവരണം. അതായത് കഥാനായകനും കഥാനായികയും ഒരു കാരണവശാലും പിരിയാൻ പാടില്ല, അവർ ഒന്നിച്ച് ചേരണം എന്ന് നമുക്ക് വന്നിട്ട് ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് കൊണ്ടുവരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തീരെ ഇവർ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ല. ഈ സിനിമ കഥയാണെങ്കിലും ശരി, തിരക്കഥയാണെങ്കിലും ശരി, കുറച്ച് പഴഞ്ചൻ കോൺസെപ്റ്റും അതേപോലെ വലിയ ഗുണമില്ലാത്തതാണെങ്കിലും പക്ഷേ ഈ പടം തിയേറ്ററിലിരുന്ന് നമുക്ക് കാണാൻ നമ്മളെ സീറ്റിൽ പിടിച്ചിരുത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ മേക്കപ്പിൽ അവർ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ കരുണാകരൻ, ബാലശരവണൻ ഇവരുടെയൊക്കെ കോമഡിയൊക്കെ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. അതേപോലെ ഡയലോഗ്സുകളും നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വർഷം റിലീസാകുന്നതിൽ അതിൽ പകുതി പടം കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ബോറടിക്കും. അതെ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സിനിമ കാണുന്ന ആളാണ്, അങ്ങനെ പോയി ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിരിക്കും. അപ്പോൾ ശരി, എന്നാൽ ബൈ.